ശ്രീ മേജർ രവി ഒപ്പം ചേരുന്നുണ്ട്. നേരത്തെ സൂമിൽ അദ്ദേഹം കണക്ട് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും സാങ്കേതിക തകരാറുണ്ടായി. ഇപ്പോൾ അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ മേജർ രവി, നേവി വന്ന് പറഞ്ഞത് പുഴയിൽ ലോറി ഇല്ലെന്നാണ്, ഇപ്പോൾ റോഡിലില്ലെന്ന് അവിടുത്തെ റവന്യൂ മന്ത്രി മാധ്യമങ്ങളെ കണ്ട് പറയുന്നു. എന്താകും അവിടെ സംഭവിക്കുന്നത്? ഒരു മലയിടിഞ്ഞിട്ട് അതിനകത്ത് ഇത്രയും വലിയൊരു ലോറി കുടുങ്ങിക്കഴിഞ്ഞിട്ട് ഇപ്പൊ 6 ദിവസമായിട്ടും നിങ്ങൾ ഇപ്പോഴും അവരിത് ചെയ്തു ഇവരിത് ചെയ്തു. നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഫ്രം ദ ബിഗിനിങ് കണ്ടിട്ടുണ്ടോ? ഞാൻ ഇതിനകത്ത് ഒരു നോൺ പ്രൊഫഷണൽ അപ്രോച്ചാണ് ഇതിനെ ഞാൻ ഒബ്സർവ് ചെയ്തു ഈ 6 ദിവസമായിട്ട്. ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിൽ ഒതുങ്ങാത്ത സാധനങ്ങൾ പലതും നാച്ചുറൽ കലാമിറ്റിയിൽ സംഭവിക്കാറുണ്ട്. ഈ സമയത്ത് നമ്മൾ എന്താണ് വേണ്ടത്? എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും എല്ലാ സ്റ്റേറ്റുകളിലും ഒരു ആർമി യൂണിറ്റ് ആ ക്യാപിറ്റൽ സിറ്റിയിൽ ഉണ്ടായിരിക്കും. അതിന് അവർ സ്റ്റേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ഡിസാസ്റ്റർ വരുന്ന സമയത്ത് ഇമ്മീഡിയറ്റ്ലി ആർമിയെ ഇൻഫോം ചെയ്തിട്ട് അവരെ കൂടെ അലർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തൊന്നും ഇല്ലാത്തതായിട്ടുള്ള എക്യുപ്മെന്റ്സും ഫെസിലിറ്റീസും ട്രെയിനിങ്ങും ഉള്ള ആളുകൾ, ഇതുപോലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയ്യുന്ന ആളുകൾ അവിടെ ഉണ്ട്. കാരണം അവർ ഫേസ് ചെയ്യുന്ന അവലാഞ്ചസും ഹിമാലയത്തിന്റെ അവലാഞ്ചസും കാർഗിൽ മലകളിൽ നിന്നെല്ലാം മഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥലത്തുനിന്ന് പോലും നമ്മൾ 6-ാം ദിവസം ഹനുമന്തത്തെ റെസ്ക്യൂ ചെയ്ത് ജീവനോട് പുറത്തെടുത്തിട്ടുള്ള ചരിത്രമുള്ളതാണ് ആർമിയുടെ റെസ്ക്യൂ ടീം എന്ന് പറയുന്നത്. പിന്നീടത്തെ മരിച്ചുപോയി, അത് വേറെ സെക്കൻഡറി തിങ്. ബട്ട് അറ്റ്ലീസ്റ്റ് ആ ജീവനോട് പിടിച്ചെടുത്തല്ലോ. കാരണം ഓക്സിജൻ ലെവൽ കൊടുക്കാനുള്ള ഒരു സുരംഗം പോലും ഇട്ടുകൊടുത്ത് അതിൽ നിന്ന് ആ മനുഷ്യനെ രക്ഷിക്കാനുള്ള കേപ്പബിലിറ്റി ഇന്ത്യൻ ആർമിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് നിങ്ങൾ ഇതുവരെ ഡിഫൻസിനെ അറിയിക്കാഞ്ഞതും? ഇന്ന് കാലത്ത് മാത്രം ഡിഫൻസ് ഫോഴ്സും നേവിയും എയർഫോഴ്സും എല്ലാം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ 1 വലിയൊരു പാളിച്ച. ഇപ്പൊ നടക്കുന്ന ഇപ്പൊ നേവി പറയുന്ന പുഴയിലില്ലെന്ന് പറഞ്ഞാൽ അവരുടെ സെർച്ച് പ്രകാരം പുഴയിലില്ല എന്ന് പറയും. പക്ഷെ മണ്ണിനടിയിലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് എവിടെ പോയി എന്നുള്ളതാണ്. സോ അതൊരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ്. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് 2 സ്ഥലത്തും ട്രക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങ് പാതാളത്ത് പോയോ? ഇത്രയും പരിശോധിക്കാതെയോ? ഹലോ, അതിലിപ്പോഴും സംശയങ്ങളുണ്ടെന്നാണോ ഈ കർണാടക റവന്യൂ മന്ത്രി പറഞ്ഞത്? 98% മണ്ണും മാറ്റി, അതിനിടയിൽ ലോറി ഇല്ല, ഇനി അവിടെ തെരച്ചിൽ നടത്തേണ്ടതില്ല എന്ന് കർണാടക റവന്യൂ മന്ത്രി പറയുന്നു. അതായത് കൃത്യമായ പരിശോധനയില്ലാതെ പറഞ്ഞു പോവുകയാണോ അദ്ദേഹം? അതിലുമുണ്ടോ ഉത്തരവാദിത്വമില്ലായ്മ? ഞാൻ പറയട്ടെ, ഞാൻ ഉത്തരവാദിത്വമില്ലായ്മ തന്നെയാണ് ഞാൻ ഈ കാണുന്നത്. നിങ്ങൾ ഇത്രയും ദിവസം ഈവൻ ജേർണലിസ്റ്റുകൾ പോകുന്ന സമയത്ത് അവരെ അവിടുന്ന് ആട്ടി ഓടിക്കുക. എന്തിനാണത്? നിങ്ങൾക്ക് നിങ്ങളുടെ ഗവൺമെന്റ് ചെയ്യുന്ന എല്ലാം കറക്റ്റ് ആണെന്നുള്ളത് പബ്ലിക്കിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. നിങ്ങൾ ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണല്ലോ എല്ലാ സ്ഥലത്തും നമ്മൾ കാണാണ്. അത് കർണാടക ആണെങ്കിലും ശരി, ഏത് സ്റ്റേറ്റ് ആണെങ്കിലും ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഈ ഫോൾസ് പ്രസ്റ്റീജ് ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞ് ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങൾക്ക് ആരുടെ ആവശ്യമില്ല, അതാദ്യം മാറ്റിവെച്ചുകൊണ്ട് എന്റെ സ്റ്റേറ്റിലത്തെ ഒരു മനുഷ്യന്റെ ജീവൻ അതിന് റെസ്പോൺസിബിലിറ്റി ഞാനാണ് എന്ന് വിശ്വസിക്കുന്ന മുഖ്യമന്ത്രിമാരാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അത് ഇല്ലാതെ മുഖ്യമന്ത്രിയും അതുപോലുള്ള മന്ത്രിമാരും മന്ത്രിസഭയും ഗവൺമെന്റുമാണ് വേണ്ടത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്താണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിന് ഇന്നേ വരെ ഇവർ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവന് അത്രയും വില കൊടുത്തുകൊണ്ട് അതിനെ സംരക്ഷിക്കാൻ കഴിവുള്ള പ്രാപ്തരായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഓഫീസേഴ്സ്, അവർ ചിലപ്പോൾ 80 വയസ്സായിരിക്കാം, 90 ഞാൻ പറയുന്നില്ല. പക്ഷെ പലരും ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ഇന്നും ഡൽഹിക്കകത്ത് ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന 75 വയസ്സായിട്ടുള്ള ആളെ അടക്കം എനിക്കറിയാം. കാരണം വെച്ചാൽ അവരുടെ എക്സ്പീരിയൻസ് ആണ്. അവർ പ്രാക്ടിക്കലായിട്ട് പോകുന്നില്ല, പക്ഷെ അവർ പറയും എങ്ങനെ ചെയ്യണം, ആരെ ഇൻഫോം ചെയ്യണം, എന്ത് ചെയ്യണം. ഈ എത്ര ഗവൺമെന്റുകൾ ഫോളോ ചെയ്യുന്നുണ്ട്? കർണാടക ഗവൺമെന്റിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇവിടെ വന്നിട്ട് റവന്യൂ മിനിസ്റ്റർ ആണ് അതിന്റെ കാര്യം പറയുന്നത്. മണ്ണിനടിയിലില്ല, അവിടെ ഇല്ല എന്നുള്ളത്. അതിനകത്ത് അവിടെ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റെസ്പോൺസിബിലിറ്റി ആരുടെയാണ്? ഹോം മിനിസ്റ്ററുടെയാണ്. അതില്ലാതെ നിങ്ങൾ ഒരു മിനിസ്റ്റർ പറഞ്ഞാൽ മറ്റു റവന്യൂ മിനിസ്റ്റർ പറഞ്ഞിട്ട് ഇത്രയും വലിയൊരു ട്രക്ക് മണ്ണിനടിയിൽ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഇറ്റ്? അതുപോലെ എന്തിനാണ് നിങ്ങൾ ഈ ജേർണലിസ്റ്റുകളെ ഒന്ന് ഓടിച്ചുകൊണ്ടിരുന്നത്? ഒരു പോലീസ് ഡിവൈഎസ്പിയെ ഞാൻ കണ്ടു, ഒരു ജേർണലിസ്റ്റ് ചോദിക്കും നിങ്ങളുടെ എസ് പി എവിടെയെന്ന് ഞങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ ഫോട്ടോ എടുക്കരുത്, നിങ്ങളെല്ലാം ഇവിടെ പോ. അതെന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ ഇറസ്പോൺസിബിലിറ്റിനെ മറ്റുള്ളവരുടെ പോലെ അതിനെ ഒളിക്കാനും അല്ലെങ്കിൽ കള്ളം പറയാനും വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിട്ട് മാറ്റിയിരിക്കാനുള്ള ഈ ജേർണലിസ്റ്റുകളെ മാറ്റി നിർത്തുന്നത്, ഫോട്ടോഗ്രാഫേഴ്സിനെ മാറ്റി നിർത്തുന്നത്. ദാറ്റ് മീൻസ് യു ആർ ഇൻകേപ്പബിൾ ഓഫ് സേവിങ് വൺ ലൈഫ് ആൻഡ് യു ഡോണ്ട് വാണ്ട് ടു അഡ്മിറ്റ് ഇറ്റ്. ഇതാണ് ഞാൻ ഇപ്പൊ അവിടെ കണ്ടിരിക്കുന്നത്. മേജർ രവി, സൈന്യം വന്നതോടെ കാര്യങ്ങളുടെ ഗതി മാറിയിട്ടുണ്ട്. അതായത്
ഈ ദിവസങ്ങളിൽ ഏറ്റവും അധികം മഴയും കാറ്റും ഉണ്ടായിരുന്ന ദിവസം ഇന്നാണെന്നാണ് ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്ന റിപ്പോർട്ടർ ശ്രീജിത്ത് പറഞ്ഞത്. എന്നിട്ട് പോലും കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനം നടന്ന ദിവസം ഇന്നാണെന്നും ശ്രീജിത്ത് പറയുന്നു. അതായത് സൈന്യം വന്നതോടെ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഗതി അപ്പാടെ മാറിയോ? ഇതാദ്യമേ വന്നിരുന്നുവെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എക്സാക്ട്ലി, അതാണ് ഞാനിത് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇതുപോലുള്ളൊരു ഡിസാസ്റ്റർ, ഇതിപ്പം നമുക്ക് ഈ സംഭവം നടക്കുന്നു, ഇതിന്റെ എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോൾ നാളെ ഇതുപോലൊരു അബദ്ധം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചാനലിൽ വരുന്നത്. നിങ്ങൾ പറയുന്ന സംബന്ധിച്ച് സംസാരിക്കും. ഈ പ്രവർത്തനം, രക്ഷാപ്രവർത്തനം ആർമീനെ നിങ്ങൾ വിളിച്ച ഇത് ഈ 6-ാം ദിവസം വിളിക്കുന്നതിന് പകരം ഫസ്റ്റ് ഡേ തന്നെ അവരെ കൂടെ വിളിച്ചിരുന്നെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചിന്തിച്ചുകൂടാ? എന്തുകൊണ്ട് വിളിച്ചില്ല? ഓക്കെ, ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ, ഇത്രയും രൂപ ഞങ്ങൾ എക്സ്ചേഞ്ചേഴ്സിന് കൊടുക്കണം, അതല്ല, അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. ആ ഡിഫൻസ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇത് മറ്റേ കള്ളക്കടത്തും കരിഞ്ചന്തിന്റെയും പോലുള്ള ഡബിൾ മണിയൊന്നുമല്ല. അതിന്റെ ഒരു മിനിമൽ ഗവൺമെന്റ് ടു ഗവൺമെന്റ് എക്സ്ചേഞ്ചിന് കൊടുക്കുന്ന പൈസയുടെയാണ്. അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പേപ്പറിലാണ് മാറുന്നത്. അപ്പൊ അവിടെ എന്താണ് നിങ്ങളുടെ ഈഗോ വന്നിരിക്കുന്നത്? എന്റെ സ്റ്റേറ്റിലെ ആളുകളെ കൊണ്ട് കഴിയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ സെൻട്രലിനെ വിളിച്ച് എന്നുള്ളൊരു ഈഗോ ആണ് അവിടെ വരുന്നത്. ഇതുപോലുള്ള കാര്യത്തിന് എക്സ്പേർട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ അതുപോലൊരു ടീമിനെ ഉണ്ടാക്കി വെക്കൂ. അതാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഇതുപോലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം എന്ന് പറയുന്നത് അവർക്ക് പറയുന്നത് ശമ്പളം കൊടുത്തിട്ട് എന്തിനാ വെക്കുന്നത്? വല്ലപ്പോഴും ഒരു വെള്ളപ്പൊക്കം, വല്ലപ്പോഴും ഒരു ഭൂമി കുലുക്കം, വല്ലപ്പോഴും ഒരു ഫയറിന്റെ ഡിസാസ്റ്റർ, ഇത് തന്നെയാണല്ലോ നിങ്ങൾ പണ്ട് പറഞ്ഞിരുന്നത്. ഡിഫൻസിന് എന്താണ് ശമ്പളം കൊടുത്ത് വെച്ചിരിക്കുന്നത്? വല്ലപ്പോഴും വരുന്ന ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ടെന്നുള്ളത്. അത് വിചാരിച്ച് നമ്മൾ ഡിഫൻസിനെ ഡിസോൾവ് ചെയ്ത് വിട്ടിട്ടുണ്ടോ? ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഡിഫൻസിനെ യൂസ് ചെയ്യുന്നില്ലേ? അപ്പം അങ്ങനെ ഒരു ടീമിനെ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ബാക്ക് ഡോർ എൻട്രിയിൽ കൂടെ നിങ്ങളുടെ ഈ പാർട്ടിപരമായിട്ടുള്ള പക്ഷപാതിത്വം കാണിച്ചുകൊണ്ടുള്ള ആളുകളെ, ഒരു കഴിവുമില്ലാത്ത മണ്ണും പിണ്ണാക്കും അറിയാത്തവന്മാരെ പിടിച്ച് നിങ്ങൾ ഓഫീസർ ലെവലിൽ അവിടെ പോസ്റ്റ് ചെയ്ത് വെക്കാതെ ഇതിന് കപ്പാസിറ്റി ഉള്ള കഴിവുള്ള ആളുകളെ തീരുമാനിച്ചു. കാരണം ഇത് മനുഷ്യന്റെ ജീവൻ രക്ഷിക്കേണ്ടതാണ്. മനുഷ്യന്റെയും മൃഗത്തിന്റെയും ആരുടെയാണെങ്കിലും ശരി ജീവൻ രക്ഷിക്കേണ്ട ഒരു ടീമാണ് ഈ ഡിസാസ്റ്റർ ടീം. അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആളുകളെ വെക്കൂ. അതെന്തുകൊണ്ട് വെക്കുന്നില്ല? ഇത് ഈ ആര് പറഞ്ഞോ ഈ ഡിഫൻസ് എന്തിനാണെന്നുള്ള ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ഇവിടെ. എന്തിനാണ് പട്ടാളത്തിന് ശമ്പളം കൊടുക്കുന്നത്? എന്തിനാണ് പട്ടാളത്തിന് ഇങ്ങനെ വെച്ചിരിക്കുന്നത്? യുദ്ധം വരുമ്പോൾ മാത്രം വിളിച്ചാൽ പോരെ എന്ന് പറയുന്ന ആ ടീമുകളാണ് ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ കാണിക്കുന്നത്. ഇന്ന് വന്ന സൈന്യം 2-3 ദിവസം മുൻപ് വന്നിരുന്നുവെങ്കിൽ ആ റിംഗ് ചെയ്ത ഫോണിന് ഒരു ഉത്തരം കിട്ടുമായിരുന്നു എന്ന് പ്രതീക്ഷിക്കാതെ വയ്യ. വളരെയധികം നന്ദി ശ്രീ മേജർ രവി ഒപ്പം ചേർന്നതിന്.